ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 തുല്യത പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് ഫ്രീഡം കിട്ടിയതിൻ്റെ ശേഷം ലോകത്ത് വേറെ ഒരു രാജ്യവും നേരിടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് സ്വതന്ത്ര ഇന്ത്യക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലേ. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മുടെ ഇന്ത്യനെ കുറിച്ച് പറയാം. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരുണ്ട്, വിവിധ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രം രൂപീകരിച്ചെടുക്കുക, അതിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, ഇതൊക്കെ പുതിയ രാഷ്ട്രം എന്ന നിലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗത്തിനെ പറയുന്നത് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ള പേരിലാണ് ആ ഒരു വിഖ്യാതമായിട്ടുള്ള പ്രസംഗം അറിയപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നത്തിൻ്റെ ഇടയ്ക്കാണ് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുവരെ കാണാത്ത തരത്തിലുണ്ടായിരുന്ന അക്രമങ്ങൾ, ജനങ്ങൾ മതങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, കൂടാതെ വിഭജനത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പിന്നെ ഒട്ടനവധി ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ പൊതുവായിട്ട് 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു വെല്ലുവിളിയാണ് രാഷ്ട്ര നിർമ്മാണം, രണ്ടാമത്തത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, മൂന്നാമത്തത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുക. ഇതാണ് പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ എന്ന് പറയുന്നത്. ആദ്യത്തെ വെല്ലുവിളിയായിട്ടുള്ള രാഷ്ട്ര നിർമ്മാണത്തിൽ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് വൈവിധ്യം നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണെന്ന്. ഈ വൈവിധ്യങ്ങളെ ഒന്നും തന്നെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ ഒരു ഏകീകൃതമായിട്ടുള്ള രാഷ്ട്രത്തിന് രൂപം നൽകുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക എന്നത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും വോട്ടവകാശം ഇതൊക്കെ ലഭ്യമാവുന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകുക എന്നതാണ് രണ്ടാമത്തെ ഒരു വെല്ലുവിളി. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വെല്ലുവിളിയായിട്ട് വരുന്നത്. കഴിയുന്ന തരത്തിൽ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തേനോട് അർത്ഥമാക്കുന്നത്. പ്രധാനപ്പെട്ട 3 വെല്ലുവിളികളാണ് സ്വതന്ത്രാനന്തര ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് രാഷ്ട്ര നിർമ്മാണം, രണ്ടാമത്തേത് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക, മൂന്നാമത്തേതാണ് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കുക എന്നുള്ളത്. ഇനി ഈ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഭജനം, സ്ഥാനചലനവും പുനരധിവാസവും, രണ്ടാമത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, മൂന്നാമത്തത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വിഭജനം, സ്ഥാനചലനവും പുനരധിവാസവും. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ എന്ന 2 രാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ത്യനെ 2ആയിട്ട് തരംതിരിച്ചത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു തിയറി പ്രകാരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്നും പിന്നെ അതേപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഉടമകളാണെന്നാണ് അവർ പറയണത്. അതുപോലെ ഈ 2 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്ത ദേശീയതയ്ക്ക് ഉടമകളായിട്ടുള്ള ആൾക്കാരാണ്. വ്യത്യസ്ത ദേശീയത ഉള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം, അതായത് പാകിസ്ഥാൻ രൂപീകരിക്കണമെന്നാണ് ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൽ പറയണത്. ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യനെ 2ആയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാകിസ്ഥാൻ എന്നൊരു പ്രത്യേക രാഷ്ട്രം വേണം എന്നുള്ള ഒരു ആശയം ഉണ്ടല്ലോ, അത് അവർ കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് അന്നത്തെ കാലഘട്ടത്തിൽ നന്നായിട്ട് എതിർത്തു. പക്ഷേ പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഇന്ത്യ വിഭജനത്തിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ഇനി നമുക്ക് വിഭജന പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വിഭജന പ്രക്രിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ,
നമ്മൾ കുറേ കാലം താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളോട് പറയാണ് ഇത് നിങ്ങളുടെ സ്ഥലമല്ല, നിങ്ങളുടെ സ്ഥലം വേറെയാണ്, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ, പെട്ടെന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും? നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാവൂലേ? അപ്പം അതേപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കാനുള്ള തീരുമാനം. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മതഭൂരിപക്ഷം അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും ബാക്കിയുള്ള ആൾക്കാരെ ഇന്ത്യയിൽ നിലനിർത്താനാണ് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എന്താണ്, ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറയാണ്, നിങ്ങളിനി ഇവിടെ അവകാശികളല്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലേ? അങ്ങനെ ഈ ഒരു തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക മേഖല എന്ന് പറയുന്നതൊന്നുമില്ല. അപ്പോൾ രണ്ട് മേഖലകളിലായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും മേഖല. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് ബന്ധമില്ലാത്ത ഈ രണ്ട് മേഖലകളുണ്ടല്ലോ, അതായത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും, അപ്പോൾ ആ മേഖലകൾ ഉൾപ്പെടുത്തിയിട്ട് പാകിസ്ഥാൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും എന്നുള്ള പേരിൽ വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലും ഇന്ത്യൻ ഭൂപ്രദേശമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാൻ ചേരുവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കാണിച്ച ആൾക്കാരല്ല. എല്ലാവർക്കും പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിനെതിരായിട്ട് ഒരാൾ വരുന്നത്. അതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നമ്മുടെ അതിർത്തി ഗാന്ധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അദ്ദേഹമാണ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ നേതാവായിരുന്നു കേട്ടോ. അദ്ദേഹം ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനെയാണ് നമ്മൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇത് റിപ്പീറ്റ് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ വേർഡിനൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? ആ, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണേ. അദ്ദേഹമാണെങ്കിൽ ഈ ഒരു തിയറിക്ക് എതിരുമായിരുന്നു. പക്ഷേ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു മേഖല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിരുന്നു പഞ്ചാബും ബംഗാളും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഈ രണ്ട് പ്രദേശങ്ങളും എന്ത് ചെയ്യേണ്ടി വന്നു, അതും പിന്നീട് വിഭജിക്കേണ്ടി വന്നിട്ടുണ്ടായി. ഇനി നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തിയിലുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യാണ്, അവർ വൻതോതിൽ ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ അതിർത്തിയിലുണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യൻ അതിർത്തിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജന്മനാട് വിട്ടിട്ട് ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായി. കാരണം അവർക്ക് അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അവരുടെ ജന്മനാട് വിട്ടിട്ട് എന്താണ്, എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മളെ ഇഷ്ടമില്ലാത്തൊരു പ്രദേശത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കുടിയേറി പാർക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അത് നമ്മൾ ജനിച്ച് വളർന്ന നാട് വിട്ടിട്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. പിന്നീട് പാകിസ്ഥാൻ്റെ അതിർത്തിയിലുള്ള ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ അതിർത്തിയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മളെ ഈ പാർട്ടീഷൻ നടക്കുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള ശേഷങ്ങളും കാണിക്കുന്നുണ്ട്. ആ ചിത്രം ഒന്ന് വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും കേട്ടോ. ഇതാണ് ഇന്ത്യ വിഭജിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഭജന പ്രക്രിയ എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്യുന്ന സമയങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു സ്ലൈഡിൽ ഞാൻ കുറച്ചെണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് വിശദീകരിക്കുന്നതിന് മുന്നേ 1947 ആ ഒരു കാലഘട്ടമല്ലേ, ഇന്ത്യയെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വർഷമായിരുന്നു. പക്ഷേ അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വർഷം മാത്രമായിരുന്നില്ല, വേറെ എന്തിൻ്റെ കൂടിയായിരുന്നു, ദുരന്തത്തിൻ്റെ വർഷം കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരന്തമായിട്ടുള്ള മനുഷ്യ കൈമാറ്റമായിരുന്നു 1947 നടന്നത്. മതത്തിൻ്റെ പേരിലൊക്കെ ആൾക്കാർ തമ്മിൽ പരസ്പരം ആക്രമിക്കുക, കൊല്ലുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫ്രീഡത്തിൻ്റെ ഒരു സന്തോഷമുള്ള കാലഘട്ടം മാത്രമായിരുന്നില്ല,
മറിച്ച് എന്തും കൂടിയായിരുന്നു, മറിച്ച് വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനിലും 1947. ലാഹോർ, അമൃത്സർ, കൽക്കട്ട ഈ നഗരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വർഗീയ മേഖലകളായിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹിന്ദുക്കളും സിഖുകാരുമുള്ള മേഖലകളിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിന്ന്, അതുപോലെ തന്നെ മറിച്ചും സ്വന്തം ജന്മസ്ഥലം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്, വേറെയുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അതൊക്കെ വളരെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ മതിയായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ല. അവർ നടന്നിട്ടൊക്കെയാണ് സ്വന്തം സ്ഥലത്തുനിന്ന് വേറെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എന്താ പറയുക, ഒരിക്കലും സുരക്ഷിതമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നില്ല അതൊന്നും പറയണത്. ഇപ്പോൾ യാത്രയിലൊക്കെ അവരെന്ത് ചെയ്യപ്പെടാം, ആക്രമിക്കപ്പെടാം, കൊല്ലപ്പെടാം, അങ്ങനത്തെ ഉള്ള അവസ്ഥകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. സ്ത്രീകളൊക്കെ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീകൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടു പോകലും അതുപോലെ തന്നെ മതം മാറ്റാൻ വേണ്ടിയിട്ട് നിർബന്ധിതമായിട്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിർത്തി കടന്ന് രണ്ട് രാജ്യങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ വർഷങ്ങളോളം ഈ ആൾക്കാർ വളരെയധികം ദുരിതങ്ങളാണ് സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിഭജനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എന്താണ്, ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. രണ്ട് രാജ്യങ്ങളിലേക്കുമായിട്ട് വിഭജനം മൂലം ഏകദേശം 80 ലക്ഷം ആൾക്കാരാണ് കുടിയേറി പാർക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കണക്കെടുപ്പ് നോക്കിയാൽ നമുക്ക് 80 ലക്ഷത്തിലധികം ആൾക്കാരാണ് കുടിയേറി പാർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വിഭജനവുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ 5 മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ മരിച്ചതായിട്ടുള്ള കണക്കുകളും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അങ്ങനൊരു സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ അതൊക്കെ. പാകിസ്ഥാൻ എന്നൊരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകൃതമായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ 12% അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളായിരുന്നു കേട്ടോ. അതുകൂടാതെ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇന്ത്യയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവണം എന്ന് വാദിച്ച ആൾക്കാരും ഇന്ത്യയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം നേതാക്കളും ഈ ആവശ്യം എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മതേതര രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി വിഭജനത്തിനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ വിഭജിക്കാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം, അതുപോലെ തന്നെ വിഭജനത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിലായിരുന്നു ആൾക്കാർ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ഏത് സിദ്ധാന്തത്തിൻ്റെ പേരിലാണ് അത്തരത്തിലൊരു വിഭജനം നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഫലമായിട്ടുള്ളതാണെന്ന് എഴുതണം. പിന്നെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. നമ്മളിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളോട് പെട്ടെന്ന് പോകാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ഇവിടുത്തെ അവകാശികളല്ല, നിങ്ങളുടെ സ്ഥലം ഇതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ചിന്തിച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും എഴുതാനും വേണ്ടി പറ്റും കേട്ടോ. ഇനി നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ള പോയിന്റ് നിങ്ങളൊന്ന് നോക്കുക. എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ? ഹിന്ദു മുസ്ലിം കലാപങ്ങൾ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ വിശാലമായിട്ടുള്ള കുടിയേറ്റം, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ആസ്തികൾ നഷ്ടപ്പെട്ടിട്ടുള്ളവർ, അതായത് അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർ, അവരുടെ സ്ഥലമൊക്കെ അല്ലേ പോയത്, ഇന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ. പിന്നെയാണോ പറഞ്ഞാൽ വിവേകമില്ലായ്മയും വെറുപ്പും, ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിലൊക്കെ വെറുപ്പും വിദ്വേഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് 2 കാണാം. ഇതിൽ നമ്മൾ പറഞ്ഞ വിഭജനം, സ്ഥാനചലനവും പുനരധിവാസവും എന്നുള്ള ഭാഗമാണ്. ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സൊക്കെ കേട്ടിട്ട് പഠിക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.